നമസ്കാരം. ഏതാനും ദിവസങ്ങളെ കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും മിക്കയിടങ്ങളിലും മിക്ക ദിവസങ്ങളിലും മഴയുണ്ട്. മഴ കുറവുള്ള തിരുവനന്തപുരം നഗരത്തിൽ പോലും ഈ ദിവസങ്ങളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മലയോര പ്രദേശങ്ങളുടെ കാര്യം പറയുകയേ വേണ്ട. ആഴ്ചകളായി നിലയ്ക്കാതെ മഴ പെയ്യുകയാണ്. മഴക്കാലത്ത് എടുക്കേണ്ട കരുതലുകളെക്കുറിച്ച്, പ്രത്യേകിച്ച് വൈദ്യുതിയോടും വെള്ളത്തോടും മലനിരകളോടുമൊക്കെ എടുക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് നിരവധി വാർത്തകളും മുന്നറിയിപ്പുകളും വന്നു കഴിഞ്ഞു. എന്നാൽ അധികമാരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തിലേക്കാണ് ഞാനിതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. സത്യം പറയാമല്ലോ, എൻ്റെ സുഹൃത്ത് സന്തോഷ് വർമ്മ ഇക്കാര്യം പറയുമ്പോഴാണ് ഞാൻ തന്നെ ഇതിൻ്റെ ഗൗരവം ആദ്യമായി മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് മഴക്കാലത്ത് നമ്മുടെ കാറുകൾ സ്കിഡ് ചെയ്ത് അപകടമുണ്ടാക്കുന്നത് എന്ന് നമ്മളിൽ അധികം പേർക്കും അറിയില്ല. മിക്ക കാറുകളും പലയിടങ്ങളിലും മഴക്കാലത്ത് സ്കിഡ് ചെയ്യുകയും നിരവധി ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. മഴക്കാലത്തുണ്ടാകുന്ന അപകടങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഇത്തരം സ്കിഡിങ്ങുകളാണ്. അതിൻ്റെ ഏറ്റവും മുഖ്യ കാരണം നമ്മുടെ വാഹനങ്ങളുടെ ടയറിൻ്റെ ട്രെഡ് കുറഞ്ഞു പോകുന്നതാണ്. മഴക്കാലത്ത് വാഹനങ്ങളുടെ ട്രെഡ് വേണ്ടതുപോലെ ഇല്ലെങ്കിൽ വെള്ളവുമായി പ്രതിപ്രവർത്തിച്ച് സ്റ്റിയറിംഗ് അടക്കം ബാലൻസ് നഷ്ടപ്പെട്ട് വാഹനത്തിന് അപകടമുണ്ടാകുന്നു എന്ന ഫിസിക്സ് നമ്മളിൽ പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ മഴക്കാലത്ത് പോലീസ് അതിശക്തമായ വാഹന പരിശോധന നടത്തുന്നത്. ടയറിലെ ട്രെഡ് കുറവാണെങ്കിൽ അപകട സാധ്യത 10 മടങ്ങ് വർദ്ധിക്കും. എങ്ങനെയാണ് തേഞ്ഞ ടയർ കൊണ്ട് മഴക്കാലത്തു കൂടി വണ്ടി ഓടിക്കുമ്പോൾ അപകടമുണ്ടാവുന്നത് എന്ന് കൃത്യമായി വിശദീകരിക്കുകയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ താമസിക്കുന്ന പൂഞ്ഞാർ രാജകുടുംബാംഗമായ സന്തോഷ് വർമ്മ. മറുനാടിൻ്റെ എല്ലാ വാർത്തകളും നിരന്തരമായി കേൾക്കുകയും ലൂസ് സ്റ്റോക്ക് അടക്കമുള്ള പരിപാടികൾക്ക് കൃത്യമായി ഫീഡ്ബാക്ക് നൽകുകയും ചെയ്യുന്ന ഈ പ്രിയ സുഹൃത്ത് മൾട്ടിനാഷണൽ കമ്പനികളിൽ ഉന്നത പദവി വഹിച്ച് റിട്ടയർ ചെയ്ത് കുടുംബത്തോടൊപ്പം കഴിയുകയാണ്. അദ്ദേഹം വ്യക്തമായി തന്നെ ഒരു വോയിസ് നോട്ട് അയച്ചു തന്നു. അത് ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കുന്നതിന് മുൻപ് മഴക്കാലത്ത് വാഹനം ഓടിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എടുത്തു പറയട്ടെ. ഒന്ന്, ഒരു കാരണവശാലും 50-60 കിലോമീറ്റർ വേഗതയിൽ മഴ പെയ്യുമ്പോഴോ വെള്ളം കെട്ടിക്കിടക്കുമ്പോഴോ കാർ ഓടിക്കരുത്. 2, ബ്രേക്ക് ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കാൻ ശ്രമിക്കുക. 3, മുൻപിലുള്ള വാഹനവുമായി കൃത്യമായ അകലം പാലിക്കുക. 4, പകൽ സമയമാണെങ്കിലും മഴ പെയ്യുമ്പോൾ ഹെഡ്ലൈറ്റുകൾ ഓൺ ആക്കുക. 5, ഹൈ ബീമുകളിൽ ഹെഡ്ലൈറ്റുകൾ ഓൺ ആക്കിയിടരുത്. അത് രാത്രിയാണെങ്കിൽ പോലും ഹൈ ബീം ഒഴിവാക്കുക. 6, വെള്ളക്കെട്ടുകളിൽ വണ്ടി ഇറക്കുമ്പോൾ പതിയെ സാവകാശം കടത്തിക്കൊണ്ടു പോവുക. പരിചയമില്ലാത്ത വെള്ളത്തിൽ ഇറക്കരുത്. 7, ഡബിൾ ഇൻഡിക്കേറ്ററുകൾ, നമ്മൾ എമർജൻസിയിൽ ഉപയോഗിക്കുന്ന ഡബിൾ ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിക്കരുത്. ക്രൂയിസിലിട്ട് ഓട്ടോമാറ്റിക്കായി സ്പീഡ് നിശ്ചയിക്കുന്ന രീതിയിൽ വണ്ടി ഓടിക്കരുത്. 10, ഏതെങ്കിലും വെള്ളത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ വെള്ളത്തിന് പുറത്തെത്തി കഴിയുമ്പോൾ പതിയെ ബ്രേക്ക് ചെയ്തു നോക്കുക, ബ്രേക്ക് ഉണ്ടോ എന്ന്. എന്നിട്ട് മാത്രമേ യാത്ര തുടരാവൂ. ശ്രീ സന്തോഷ് വർമ്മ മറുനാടൻ പ്രേക്ഷകർക്ക് നൽകുന്ന ഈ ഉപദേശം മറക്കാതെ കേൾക്കുക. കേരളത്തിലെ മഴക്കാലം തുടങ്ങി. അതോടൊപ്പം തന്നെ വാഹന അപകടങ്ങളും. വാഹനം കൺട്രോൾ പോയി തെന്നി മാറി അപകടങ്ങളിൽ പെട്ടതെന്ന വാർത്തകൾ ഇന്നുമുണ്ട്. പല സ്ഥലത്തുനിന്നും അത് വരുന്നു. നമുക്ക് മഴക്കാല ഡ്രൈവിംഗ് സുഗമവും സമാധാനപരവും സുരക്ഷിതവും ആക്കാൻ എന്തൊക്കെ ചെയ്യാം? നമുക്കൊന്ന് ചിന്തിക്കാവുന്നതാണ്. ആദ്യം വേണ്ടത് ഇതിലെ ഫിസിക്സ്, തത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഈ തത്വത്തിൽ ശ്രദ്ധയോടെ പ്രവർത്തിച്ച് അപകടങ്ങൾ ഒഴിവാക്കി ഓടിക്കുക എന്നുള്ളതും. സയൻസ് മനസ്സിലാക്കിയിട്ട് വേണ്ട മുൻകരുതലുകൾ എടുത്ത് മഴയത്തോ നനഞ്ഞ റോഡിലോ വാഹനം ഓടിക്കുന്നത് സേഫ് ഡ്രൈവിങ്ങിന്, അതായത് അപകടരഹിതമായ ഡ്രൈവിങ്ങിന് സഹായകമാകുന്നുള്ളത് സംശയം തന്നെയില്ല. ഫിസിക്സും അല്ലെങ്കിൽ ടയറും റോഡും ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, അതായത് ഒരു പരസ്പര ഇടപെടൽ എങ്ങനെ എന്നുള്ളത് നമുക്ക് പഠിക്കാവുന്നതാണ്. വെള്ളം, വാട്ടർ, സങ്കോചിപ്പിക്കാനാവാത്ത, അതായത് ഇൻകംപ്രസിബിൾ, കംപ്രസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ദ്രവ്യമാണ്. നമ്മുടെ വാഹനത്തിന്റെ ടയറിന്റെയും റോഡിന്റെയും ഇടയിൽ 1 മില്ലിമീറ്ററിൽ പോലും താഴെയുള്ള വെള്ളം ഉള്ള അവസ്ഥയിൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. ഇതിന്റെ കാരണം ഈ ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള വെള്ളം ഹൈഡ്രോപ്ലെയിനിങ് അഥവാ അക്വാപ്ലെയിനിങ് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കുന്നു. ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വാഹനം മുൻപോട്ട് പോകുമ്പോൾ വെള്ളത്തെ തള്ളി മാറ്റിയാൽ മാത്രമേ ടയറുകൾക്ക് റോഡിൽ ഗ്രിപ്പ് കിട്ടുകയുള്ളൂ. സാധാരണ നമുക്ക് സമ്മറിൽ വെള്ളമില്ലാത്ത അവസ്ഥയിലെ പോലെയുള്ള ഗ്രിപ്പ്.
ഈ അസങ്കോച്യം, അതായത് ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള വെള്ളം നല്ല ട്രെഡ് കണ്ടീഷനുള്ള ടയറിന്റെ ആ ചാലുകൾ, ഗ്രൂവില്ലേ, അതിലൂടെ പുറകിലേക്ക് തള്ളിക്കളയുന്നു. അപ്പൊ ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള വെള്ളത്തെ ഇവിടെ സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത് ഏതാണ്ട് ഒരു ആവറേജ് സ്പീഡിൽ, നമുക്കൊക്കെ ഒരു ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാ, ഒരു 50 കിലോമീറ്റർ വരെ, 55 കിലോമീറ്റർ വരെ. ഈ ഒരു സ്പീഡിൽ 1 മിനിറ്റിൽ 4 ലിറ്റർ വെള്ളം വരെ പുറകോട്ട് പമ്പല്ലേ ഡിസ്പ്ലേസ് ചെയ്യാനാവും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ട്രെഡ് മോശമായിട്ടുള്ള ടയറുകളാണെങ്കിലോ, നമ്മൾ സാധാരണ പറയും മോട്ട ടയർ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാറില്ലേ. അപ്പൊ അങ്ങനെയുള്ള ടയറുകളിൽ ഇത് ട്രെഡ് ഏതാണ്ട് തീർന്ന അവസ്ഥയിൽ, ആ ഗ്രൂവ് ഇല്ലാത്ത അവസ്ഥയിലൊക്കെ പോലും അതിനകത്തെ മെറ്റൽ തെളിയേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രൂവിന് ടയർ വെള്ളത്തെ പുറകോട്ട് തള്ളാനുള്ള കഴിവ്, ശേഷിയില്ലാത്ത അത്രയും തേഞ്ഞാലും മതി. അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും ഈ വെള്ളം അമർന്നു കൊടുക്കാത്ത അവസ്ഥയിൽ ആ വെള്ളം മുകളിലേക്ക് ഒരു പ്രഷർ, വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ഈ ദ്രവ്യങ്ങളിൽ. അപ്പൊ അത് മുകളിലേക്ക്, നമ്മൾ ടയറുകളിലൂടെ മുകളിലേക്ക് ഒരു തള്ളലുണ്ടാക്കുന്നു, ഒരു അപ്വേർഡ് ത്രസ്റ്റ്. ഇത് ടയറുകളും റോഡും, അതായത് റോഡിന്റെ പ്രതലവും തമ്മിൽ ഉരസൽ, ഫ്രിക്ഷൻ, ഘർഷണം അതില്ലാതെയാക്കും. ഇതാണ് ഹൈഡ്രോപ്ലെയിനിങ് ഇഫക്റ്റ്. അപ്പൊ അതെന്ത് സംഭവിക്കും? വെള്ളത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബോട്ട് പോലെയോ ഒക്കെ ഒരു സ്കിഡ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ സ്കിഡ് ചെയ്യുന്ന അവസ്ഥയിൽ ആദ്യം സംഭവിക്കുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ ഇല്ലാതാവുന്നുള്ളതാണ്. അപ്പൊ വാഹനം തെന്നി മാറുന്ന അവസ്ഥയിൽ അത് അതിന്റെ വഴിയെ അങ്ങ് സ്കിഡ് ചെയ്തു പോകുന്നു. അപ്പോൾ ഇരിക്കുന്ന ടയർ പൊസിഷൻ ഏതോ ആ പൊസിഷനിൽ അങ്ങോട്ട് പോകുന്നു. നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണഗതിയിൽ പരിഭ്രമിച്ച് ടയർ തിരിച്ച് സ്റ്റിയറിംഗ് തിരിക്കാൻ ശ്രമിച്ചാലും ഇതിന് ആ ഒരു ഇഫക്റ്റ് വരികയില്ല. ഇത് പഠനം സൂചിപ്പിക്കുന്നത് വാഹനത്തിലെ ആൾക്കാരുൾപ്പെടെയുള്ള ഘനമുണ്ടല്ലോ, ലേഡൻ വെയിറ്റ്, ഇത് വളരെ കൂടുതലുള്ളപ്പോൾ, ഇത് ഓവർ വെയിറ്റ് എന്നൊക്കെ പറയുന്ന അവസ്ഥ വരുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ പിന്നെയും കൂടുതലായിട്ട് കുറയും എന്നാണ് കാണുന്നത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ നമുക്ക് ഓർമ്മിക്കാമല്ലോ, ആലപ്പുഴ മെഡിക്കൽ സ്റ്റുഡൻസ് 5-6 പേരൊരു അപകടം വന്നത് ഇതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഹൈഡ്രോപ്ലെയിനിങ് ഇഫക്റ്റ്. എങ്ങനെയൊക്കെ? നല്ല മഴ, ഓവർ സ്പീഡ്, ഓവർലോഡഡ്, ടയറുകൾക്ക് ത്രെഡ് തേഞ്ഞിരുന്ന അവസ്ഥ, ഇതെല്ലാം കൂടി ആ സമയത്ത് ഒരുപോലെ ഉണ്ടായിരുന്നു. അപ്പോ എല്ലാ കാരണങ്ങളും ഒരുമിച്ചുണ്ടായിരുന്നുകൊണ്ട് ആ അപകടം വളരെ 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 ഗ്രൂസം, വളരെ എന്താ പറയണ്ടേ, മരണകാരണമായി അവർക്ക് എല്ലാവർക്കും. അപ്പോ ഈ അപകട കാരണങ്ങളിലെ ഫിസിക്സ് അല്ലെങ്കിൽ സയൻസ് നല്ലോണം മനസ്സിലാക്കിയിട്ട് ശ്രദ്ധയായിട്ട് വാഹനം മഴയത്ത് കൈകാര്യം ചെയ്യുവാൻ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് സ്റ്റിയറിംഗ് വീലിന് പുറകിലിരുന്ന് എടുക്കാനാവും ഈ സയൻസ് പഠിച്ചു കഴിയുമ്പോൾ. അതുവഴി അപകടങ്ങൾ ഒഴിവാക്കാനും തീർച്ചയായിട്ടും സഹായകം ആവും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ, കേട്ടിട്ടില്ലേ നമ്മളുടെ ഏജ് ഓൾഡ് അഡേജ് ആപ്തവാക്യം. അപ്പോൾ ഇനി നമുക്ക് ഗോൾഡൻ റൂളുകൾ, ഒരു മഴക്കാല ഡ്രൈവിങ്ങിന് എന്തൊക്കെ? ആദ്യത്തേത്, വാഹന വേഗത നോർമൽ ആയിരിക്കുക, സ്റ്റഡി ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനകത്ത്. അപ്പോൾ സ്പീഡ് ഏതാണ്ട് ആവറേജിലാവുമ്പോഴും ത്രെഡ് കണ്ടീഷൻ നല്ല ഗ്രൂവ് ഉള്ളതാവുമ്പോഴും ഈ 4 ലിറ്റർ എന്ന ആദ്യം ഞാൻ കണക്ക് പറഞ്ഞതുപോലെ ധാരാളം വെള്ളം കൂടുതൽ പുറകോട്ട് ഡിസ്പ്ലേസ് ചെയ്യാൻ സഹായകമാകും. സ്പീഡ് കൂടുമ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ ക്വാണ്ടിറ്റിയിൽ കുറവ് വരും. എഗെയിൻ ഹൈഡ്രോപ്ലെയിനിങ് ഇഫക്റ്റിനോ അല്ലെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റിനോ കാരണമുണ്ടാവും. 2, പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്കൊരു സംശയം തോന്നിയാൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഇൻസ്റ്റിങ്ക്റ്റ്, അല്ലെ? മെഡിക്കൽ കോളേജ് എഗെയിൻ ആ ഉദാഹരണം ഇതാവുന്നു. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ അപകട സാധ്യതകൾ കൂടുകയാണ് ചെയ്യുക. കാരണം നമ്മൾ ടയർ എഗെയിൻ ലോക്ക് ചെയ്യുകയാണ്. അപ്പൊ സ്കിഡ് ചെയ്യാനുള്ള പ്രവണത പിന്നെയും കൂടുക, ഉരുളുന്നില്ല. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അത് കഴിവതും ഒഴിവാക്കുക. ഒരു കാരണവശാലും ബ്രേക്കിൽ കാല് കൊടുക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്പീഡ് കുറയാനുള്ള ഒരു അവസരം കൊടുക്കുക.
അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഇപ്പോഴത്തെ മോഡേൺ പല വാഹനങ്ങളിലും ഓട്ടോമാറ്റിക് ക്രൂയിസ് കൺട്രോൾ. എല്ലാവരും തന്നെ ഇപ്പോൾ റോഡുകളും വളരെ സ്റ്റഡി ആയിട്ടുള്ള സ്പീഡിൽ കുറേ ദൂരം ഓടിക്കാൻ സാധ്യതകൾ വർദ്ധിച്ചത് കൊണ്ട് നമ്മുടെ റോഡ് കണ്ടീഷൻസ് കേരളത്തിൽ ഇംപ്രൂവ് ആയി വരുന്നു. കേരളത്തിന് വെളിയിലൊക്കെ വളരെയധികം ഇംപ്രൂവ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ക്രൂയിസ് കൺട്രോൾ ഫെസിലിറ്റി ഉപയോഗിക്കുന്നത് വളരെ കൂടിയിട്ടുണ്ട്. ഒരു കാരണവശാലും മഴയത്ത് ക്രൂയിസ് കൺട്രോൾ ഉപയോഗിക്കാനേ പാടില്ല. കാരണം ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മഴയത്ത് ചെറിയ സ്കിഡ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കൂട്ടിക്കൊണ്ടായിരിക്കുക. അതാണ് തത്വം. അതുകൊണ്ട് ക്രൂയിസ് കൺട്രോൾ എപ്പോഴും നമ്മൾ ആക്സിലറേഷൻ സെൽഫ് മെക്കാനിക്കൽ ആക്സിലറേഷൻ ആവാനേ പാടുള്ളൂ മഴയത്ത്. പിന്നെ ടയറുകൾ നല്ല ത്രെഡും ഗ്രൂവ്സ് ഉള്ളതാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഫ്രീക്വന്റ് ചെക്കിംഗ് ഓൾവേസ് വിത്ത് പ്രോപ്പർ ടയർ പ്രഷർ. അപ്പൊ എപ്പോഴൊക്കെയാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കാണ്ട് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കാം. കൂട്ടുകാരുടെ വാഹനം നീ നിന്ന് ഓടിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വാടകയ്ക്ക് വാഹനങ്ങൾ എടുക്കുമ്പോൾ, സെൽഫ് ഡ്രൈവ് വാഹനങ്ങൾ, റെന്റൽ കാർ എന്നൊക്കെയുള്ള പേരിൽ പറയുന്ന ഇപ്പോഴത്തെ ഇതൊക്കെ നമ്മൾ ഒരു പക്ഷേ ഇത്രയധികം ചെക്ക് ചെയ്തിട്ടാവണം എന്ന് നിർബന്ധമില്ല. എടുക്കുമ്പോൾ ഒരു വിശ്വാസത്തിൽ അങ്ങോട്ട് ഓടിച്ചു തുടങ്ങും. അപ്പോൾ മഴക്കാലത്താണെങ്കിൽ ടയറിന്റെ ക്വാളിറ്റി, എയർ പ്രഷർ ഇത് ഉറപ്പുവരുത്തിയതിന് ശേഷമേ ഇങ്ങനെ വേറൊരാളുടെ വാഹനം ഉപയോഗിക്കാവൂ. മഴയത്ത് 60-65 കിലോമീറ്ററിന് മുകളിൽ ഒരു കാരണവശാലും ഓടിക്കാൻ ഇടവരരുത്. അത് സ്കിഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടി വരുത്തുന്നു ആണ് പഠനം സാക്ഷ്യപ്പെടുത്തുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ വെള്ളത്തിലൂടെ ഓടിക്കുമ്പോൾ നമുക്ക് സ്റ്റിയറിങ്ങിന് ഒരു ലൈറ്റ്, ഒരു പെട്ടെന്നൊരു ലൈറ്റ്, ഒരു കനക്കുറവ് പോലെ, ഒരു പെട്ടെന്നൊരു ഫ്രീ മൂവ്മെന്റ് കനക്കുറവ് പോലെ തോന്നിയാൽ ഒരു കാരണവശാലും മനസ്സാന്നിധ്യം നഷ്ടപ്പെടാതെ ഈ സയൻസ് മനസ്സിൽ ഓർമ്മ വരണം. എന്നിട്ട് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ടോ വലത്തോട്ടോ അനാവശ്യമായിട്ട് തിരിക്കാതെ സ്റ്റഡിയായിട്ട് തന്നെ പിടിച്ച് ഒരു കാരണവശാലും ബ്രേക്കിൽ പെട്ടെന്ന് ബാങ് ബ്രേക്ക് ചെയ്യാതെ ഒരു നോർമലായിട്ടുള്ള സ്പീഡ് താന്നു വരുന്ന കൺട്രോൾ വരികയും ടയർ റീ എൻഗേജ്ഡ് ആവുന്ന, അതായത് ഘർഷണം, റോഡ് ഗ്രിപ്പ് റീ എൻഗേജ്ഡ് ആവുകയും വരുന്നവരെ വളരെ ശ്രദ്ധാപൂർവം പാനിക്കാവാതെ ഇരിക്കുക. ഇതൊക്കെയാണ് പൊതുവിൽ ഈ മഴക്കാലത്ത് നമ്മൾ വാഹനം ഓടിക്കുന്ന ഓരോ ആൾക്കാരും ശ്രദ്ധിക്കേണ്ട, ഏത് വാഹനവുമായിക്കോട്ടെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് കേരളത്തിലെന്നല്ല, വാഹനം ഓടിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലായിടത്തും ഈ ഒരു മഴക്കാലം, നമുക്ക് കേരളത്തിൽ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട്, മൺസൂൺ കാലഘട്ടമായതുകൊണ്ട് കേരളത്തിൽ ഈ മഴക്കാലത്ത് അപകടങ്ങൾ, ഈ അശ്രദ്ധ കൊണ്ടുള്ളത്, അറിവില്ലായ്മ കൊണ്ടുള്ള അപകടങ്ങൾ മിനിമൈസ് ചെയ്ത് അപകടത്തിന്റെ റേറ്റ് വളരെ കുറയ്ക്കുവാനാവട്ടെ എന്ന് ആശംസിക്കുന്നു.